നിങ്ങളുടെ ഫോൺ ഇതേപോലെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ഇപ്പോൾ സാംസങ് ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഫോണിൽ ഇപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്, ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നത്. ഇതിലുള്ള എല്ലാ സംഭവവും ഇതിൽ നിന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. റിയൽമിയുടെ ഫോണാണിത്. അപ്പോൾ റിയൽമി ഫോണിൽ നിന്ന് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സ്ക്രീന്, സൗണ്ട് എല്ലാം ചെയ്യാം. ഈവൻ സൗണ്ട് പോലും ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. സൗണ്ടിൻ്റെ ഓപ്ഷൻ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിലും വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും ചാറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ഇത് അറിയാനായിട്ട് സെറ്റിംഗ്സിൽ അഡ്മിൻ ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ആപ്സ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്. കൂടാതെ മറ്റാരെങ്കിലും ഏതെങ്കിലും ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൽ ഫൈൻഡ് മൈ ഡിവൈസ് അല്ലാതെ മറ്റേതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യണം. കാരണം ഇതിൽ കാണുന്ന എല്ലാ ആപ്സിനും നിങ്ങളുടെ ഡിവൈസിന്റെ അഡ്മിൻ ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിന്റെ എല്ലാ ആക്ടിവിറ്റീസും അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലും ചെയ്യാൻ പറ്റും. ഐഫോണിൽ എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക.